ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PCA ഇലക്ട്രീഷ്യൻ്റെ എക്സാം നവംബർ 25 ആണ്. അതുപോലെ ലൈൻമാൻ്റെ എക്സാം ഡിസംബർ 16 ആണ്. സോ അതിൻ്റെ ബേസിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സീരീസ് 16 ആണ്. സീരീസ് 15 വരെ കാണാത്തവർ കാണാം. 20 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു 70 ഡേയുടെ സ്റ്റഡി പ്ലാൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാനിൽ ജോയിൻ ആവാൻ വർക്ക് ഇൻട്രസ്റ്റ് ആയുള്ളവർക്ക് എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാം. ഓക്കെ, അതുപോലെ നമുക്ക് ഡെയിലി അക്കാഡമിയിൽ നമ്മൾ ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇലക്ട്രീഷ്യനി ലൈൻമാൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഉണ്ട്. ഇന്ന് 10:30 ഒരു ക്ലാസ് ഉണ്ട്, 3 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിലും എല്ലാവരും വരിക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നമുക്ക് ഈ ആഴ്ച 70 ഡേയുടെ ടൈം ടേബിൾ അനുസരിച്ച് നമുക്ക് ഈ ആഴ്ച പഠിക്കാനുള്ള പോർഷൻ DC മെഷീൻസ് ആണ്. അപ്പോൾ എല്ലാവരും അത് പഠിക്കുക. അതിൻ്റെ എക്സാം സൺഡേ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിയിൽ നോൺ ടെക്നിക്കലായിട്ടുള്ള ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, 22 സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 50 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ LDC മെയിൻസ്. ഓക്കെ, 10th ലെവൽ പ്രിപ്പയർ ചെയ്യുന്ന LDC മെയിൻസ് ആണ്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ ദിശ 23 സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 80 ഡേയുടെ ബാച്ച് കോഴ്സ് 12th ലെവൽ മെയിൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി. പ്രയാണം 13th സെപ്റ്റംബർ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. അതുപോലെ ജേതാവ്, ആരംഭം, ഇതെല്ലാം തന്നെ റണ്ണിങ് ബാച്ചസ് ആണ്. ഡിഫറെൻറ്റ് ബാച്ചസ് റണ്ണിങ് ആണ്. ഓക്കെ, പിന്നെ ടെസ്റ്റ് സീരീസ് ഉണ്ട്. അൾട്ടിമേറ്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ട്. LDC ആണെങ്കിൽ ഇനി 26 സെപ്റ്റംബറും 19th സെപ്റ്റംബർ 2 PM. ഓക്കെ, അതുപോലെ തന്നെ ഓൾ ഫ്രൈഡേ 10 PM കറണ്ട് അഫയേഴ്സിൻ്റെ ടെസ്റ്റും ഉണ്ട്. ഇപ്പോൾ സിലബസ് നമുക്ക് പ്ലസ്സിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബാച്ചിലാണോ ജോയിൻ ആവാനുള്ളത്, മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫും ലഭിക്കും. മന്ത്ലി ഫീസിൽ നിന്നും 10% ഓഫും ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അക്കാഡമിയിലെ ഡിഫറെൻറ്റ് ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ്. അപ്പോൾ ഇന്ന് 10:30 നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇലക്ട്രീഷ്യൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. അതുപോലെ തന്നെ 3 മണിക്കും ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. എല്ലാവരും അതിലും ജോയിൻ ആവുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അക്കാഡമിയിലെ ബാച്ച് കോഴ്സ്, ഡിഫറെൻറ്റ് ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ബാങ്ക് ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് 16 നോക്കാം. ബൈ റൊട്ടേറ്റിംഗ് എ കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ദ ഇൻഡ്യൂസ്ഡ് EMF വിൽ ബി. ബൈ റൊട്ടേറ്റിംഗ് എ കണ്ടക്ടർ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബൈ റൊട്ടേറ്റിംഗ് എ കണ്ടക്ടർ, ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണോ ഡൈനാമിക് ആണോ, ഇൻഡ്യൂസ്ഡ് EMF ആണോ, നൺ ഓഫ് ദി അബോവ്. ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ഡൈനാമിക് ആയിരിക്കും അല്ലേ. എന്താണ്, റൊട്ടേറ്റിംഗ് ആണ്, അപ്പോൾ മൂവ്മെൻ്റ് ആണ്, അപ്പോൾ ഡൈനാമിക്. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഓർഡർ ടു റെഡ്യൂസ് ഹിസ്റ്റെറിസിസ് ലോസ് ദ കോർ ഓഫ് ഇലക്ട്രിക്കൽ മെഷീൻസ് ആർ മെയ്ഡ് ഓഫ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എഡ്ഡി കറണ്ട് ലോസ് ആണെങ്കിൽ നമ്മൾ എന്താണ് ലാമിനേറ്റ് ചെയ്യുന്നത് പഠിക്കും അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മുടെ ഹിസ്റ്റെറിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ ഇലക്ട്രിക്കൽ മെഷീൻസ്, കോർ ഓഫ് ഇലക്ട്രിക്കൽ മെഷീൻസ് ആർ മെയ്ഡ് ഓഫ് ടങ്സ്റ്റൺ സ്റ്റീൽ, കാസ്റ്റ് അയൺ, ഹൈ കാർബൺ സ്റ്റീൽ. ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി സിലിക്കൺ സ്റ്റീൽ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ലോ വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് കറണ്ട് ഓൾവേസ് ഒപ്പോസസ് ദി കോസ് പ്രൊഡ്യൂസിങ് ഇറ്റ് വാസ് റെപ്രസെൻറ്റഡ് ബൈ. ഏത് ലോയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് ലെൻസസ് ലോ. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ കേസ് ഓഫ് ആർക്ക് വെൽഡിംഗ് വൺ ഷുഡ് പ്രൊട്ടക്ട് ഹിസ് ഐസ് ബൈ യൂസിങ്. ഓക്കെ, ആർക്ക് വെൽഡിംഗ് ചെയ്യുമ്പം നമ്മൾ ഐസിൽ നമ്മൾ എന്ത് പ്രൊട്ടക്ട് ചെയ്യണം? ഡാർക്ക് ഗ്ലാസ് സ്ക്രീൻ വയ്ക്കണം. നമ്മൾ സേഫ്റ്റിയിൽ വരുന്ന ഒരു പോർഷനാണിത്, ഡാർക്ക് ഗ്ലാസ് സ്ക്രീന്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എ ഹാമർ വിത്ത് എ ലൂസ്ലി ഫിറ്റഡ് ഹാൻഡിൽ വിറ്റ്. എ ഹാമർ വിത്ത് എ ലൂസ്ലി ഫിറ്റഡ് ഹാൻഡിൽ വില്ല് ഫ്ലേ എവേ ആൻഡ് കോസ് ആക്സിഡൻ്റ് ആണോ, അബ്സോർവ് ഷോക്ക് ആണോ, ഹാവ് ആൻ ഈസി സ്വിങ് ആണോ, കൺവേ മോർ ലിവറേജ് ആണോ? ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്. ലൂസ്ലി ഫിറ്റഡ് ഹാൻഡിൽ ആകുമ്പം ഒരു ഫ്ലേ അവേ നമുക്ക് ആക്സിഡൻറ്റ് തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആറാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ മെറ്റീരിയൽ ബൈ വിച്ച് ദ ബ്ലേഡ് ഓഫ് സ്ക്രൂ ഡ്രൈവർ ഈസ് മെയ്ഡ് ഓഫ്. സ്ക്രൂ ഡ്രൈവറിൻ്റെ ബ്ലേഡ് ഉണ്ടാക്കിയിരിക്കുന്ന ഏത് മെറ്റീരിയൽ കൊണ്ടാണ്? ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ് കാർബൺ സ്റ്റീൽ കൊണ്ടാണ്. ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ് കാർബൺ സ്റ്റീൽ. ഓക്കെ, അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, യു ഹാവ് ടു റീപ്ലേസ് ഈ ഫ്യൂസ്ഡ് ലാമ്പ് ഓർ എ ഡിഫക്റ്റീവ് ഫാൻ. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഫ്യൂസ്ഡ് ലാമ്പ് അല്ലെങ്കിൽ ഒരു ഡിഫക്റ്റീവ് ഫാൻ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യണം. ഈ കേസിൽ ദ സേഫസ്റ്റ് ആൻഡ് ഫസ്റ്റ് ആക്ഷൻ വിച്ച് യു ക്യാൻ ഡു ഈസ്, നിങ്ങൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഓക്കെ, ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത്? നമ്മുടെ മെയിൻ സപ്ലൈ എല്ലാം നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യണം. അതാണ് ആദ്യം ചെയ്യാനുള്ള ജോലി. ഓക്കെ, ദ മോസ്റ്റ് പോപ്പുലർ ടൈപ്പ് ഓഫ് ഫ്ലൂറസെൻറ്റ് ലാമ്പ് ഫോർ ന്യൂ ഇൻസ്റ്റലേഷൻസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മോസ്റ്റ് പോപ്പുലർ ടൈപ്പ് ഓഫ് ഫ്ലൂറസെൻറ്റ് ലാമ്പ് ഏതാണ്? ഇറ്റ് ഇസ് ഗ്ലോ ട്യൂബ് ടൈപ്പാണ്. ഓക്കെ, ഗ്ലോ ട്യൂബ് ടൈപ്പ്. അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഇനി ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പിൽ മെർക്കുറി വേപ്പർ ഡിസ്ചാർജ് സെറ്റ് ഹൈ പ്രഷർ ആണോ, മീഡിയം പ്രഷർ ആണോ, ലോ പ്രഷർ ആണോ, നൺ ഓഫ് ദീസ്. ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, ലോ പ്രഷർ. ഓക്കെ, പത്താമത്തെ ക്വസ്റ്റ്യൻ, ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പ് ഗീവ്സ് എത്ര ലൂമൻ പെർ വാട്ട് ആയിരിക്കും? ഇതും ചോദിക്കാറുണ്ട്. 50 ലൂമൻ പെർ വാട്ട്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഈ സെപ്പറേറ്റ് സ്റ്റാർട്ടർ ആൻഡ് സോക്കറ്റ് ഈസ് റിക്വയർഡ് ഫോർ എ ഫ്ലൂറസെൻറ്റ് ലാമ്പ്. വാട്ട് ഈസ് ഇറ്റ് കോൾഡ് ആസ്? ഒക്കെ ഒരു സെപ്പറേറ്റ് സ്റ്റാർട്ടറും സോക്കറ്റും നമുക്ക് ഫ്ലൂറസെൻറ്റ് ലാമ്പിന് ആവശ്യമാണ്. അതിന് പറയുന്ന പേര് എന്താണ്? ഇൻസ്റ്റൻറ്റ് സ്റ്റാർട്ട് ആണോ, ബലാസ്റ്റ് ആണോ, റാപ്പിഡ് സ്റ്റാർട്ട് ആണോ, പ്രീ ഹീറ്റ് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, പ്രീ ഹീറ്റ്. ദ കളർ ഓഫ് പോസിറ്റീവ് പ്ലേറ്റ് ഓഫ് എ ലെഡ് ആസിഡ് ബാറ്ററി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് ബ്രൗൺ. ലെഡ് ആസിഡ് സെൽസ് ആർ യൂസ്ഡ് ഇൻ എവിടെയായിരിക്കും? ഓട്ടോമൊബൈൽസ്.
The relative density of the electrolyte in a lead acid battery is 1.280. ഈ വാല്യൂ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? 1.280 എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറഞ്ഞാൽ ഫുള്ളി ചാർജ്ഡ് കണ്ടീഷനാണ്. അപ്പോൾ ചാർജ്ഡ് കണ്ടീഷനും ഡിസ്ചാർജ്ഡ് കണ്ടീഷൻസൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ, അതിൻ്റെ വാല്യൂസ് പഠിക്കാം. അടുത്ത ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആർ ഡിസൈൻഡ് ഫ്രം ദി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എന്തിൻ്റെ ബേസിലാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ആണോ, ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ആണോ, വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ ബേസിലാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇലക്ട്രിക് പവർ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ബൈ പവർ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ബൈ ഓവർഹെഡ് സിസ്റ്റം ഉണ്ട്, അണ്ടർഗ്രൗണ്ട് ഉണ്ട് അല്ലേ. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് സ്യൂട്ടബിൾ വേ ഓഫ് പ്രൊവൈഡിങ് ഇലക്ട്രിക് സപ്ലൈ ടു മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് ഈസ് ബൈ മീൻസ് ഓഫ്. എങ്ങനെയായിരിക്കും ഇലക്ട്രിക് സപ്ലൈ മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്ങിൽ കൊടുക്കുന്ന? റൈസിംഗ് മെയിൻ ആണോ, ഓവർഹെഡ് ലൈൻ ആണോ, പേപ്പർ ഇൻസുലേറ്റഡ് കേബിൾ ആണോ, PVC ആണോ? ഇറ്റ് ഇസ് ഓപ്ഷൻ എ, റൈസിംഗ് മെയിൻ. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഓവർഹെഡ് സിസ്റ്റം ക്യാൻ ബി ഡിസൈൻഡ് ഫോർ ഓപ്പറേഷൻ അപ് ടു ഓവർഹെഡ് സിസ്റ്റം എത്രയാണ്? 400 kV. 19ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ കറക്റ്റ് വേ ഓഫ് ഹോൾഡിംഗ് എ ഹാമർ? ഒരു ഹാമർ വയ്ക്കുന്ന കറക്റ്റ് വേ എങ്ങനെയാണ് പിടിക്കുന്നത്? അറ്റ് ദ എൻഡ് ഓഫ് ദി ഹാൻഡിലാണ്. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് സ്പാനർ ഈസ് യൂസ് ടു ടൈറ്റ് ദ നട്ട്സ് ഇൻ എ പ്ലേസസ് വെയർ സ്പേസ് ഈസ് റെസ്ട്രിക്റ്റഡ് ആൻഡ് ഹൈ ലിവറേജ് ഈസ് റിക്വയർഡ്? ഏത് ടൈപ്പ് ഓഫ് സ്പാനർ ആയിരിക്കും ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് റിംഗ് സ്പാനറാണ്. അപ്പോൾ ടൂൾസും കൂടെ നിങ്ങൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ്. അപ്പോൾ എല്ലാവരും കറക്റ്റ് പഠിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.